nimshaskitchen സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് മഷ്റൂം മസാലയാണ്. ഇതിനു മുമ്പ് ഞാൻ മഷ്റൂം റോസ്റ്റിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടി തന്നെയാണ് തയ്യാറാക്കുന്നത്. ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറി തന്നെയാണെന്ന് പറയാം. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഞാനിവിടെ 200 ഗ്രാം മഷ്റൂമാണ് എടുത്തിരിക്കുന്നത്. ഇത് ബട്ടൺ മഷ്റൂമാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ടൈപ്പ് മഷ്റൂം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. കഴുകിയെടുക്കുമ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി അല്ലാന്നുണ്ടെങ്കിൽ മൈദ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ വൃത്തിയായിട്ട് വരും. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഒരു തിക്കായിട്ടുള്ള പേസ്റ്റ് ആക്കിയിട്ട് ഇതുമ്മ തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകിയെടുക്കാമെന്നാണ്. അല്ലാന്നുണ്ടെങ്കിലും കഴുകിയെടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിലർ ഇതിൻ്റെ തോലിയൊക്കെ കളഞ്ഞെടുക്കാറുണ്ട്, ചിലർ കളഞ്ഞെടുക്കാറില്ല. ഞാൻ 2 രീതിയിലും ചെയ്യാറുണ്ട്. അതിപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം. ചിലർ പറയാറുണ്ട് ഇതിൻ്റെ തോലി അത്ര നല്ലതല്ല എന്ന്. ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതെല്ലാം തന്നെ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുടങ്ങിയാലോ. ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഈ കടായി നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. നമുക്കിനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് ഇതിലേക്ക് ഒഴിക്കണത് കേട്ടോ. ഇനി എണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്കൊരു 2 കറുകപ്പട്ട ഇട്ട് കൊടുക്കാം. ചെറിയ കഷ്ണം തന്നെ മതി. പിന്നെ ഒരു 3 ഏലക്കായ. ഈ ഹോൾ സ്പൈസസിൻ്റെ ഫ്ലേവറൊക്കെ ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ ഈ കറി കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിടാം. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ വഴറ്റി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ഈ എണ്ണയിലോട്ട് ശരിക്കും ഇറങ്ങിക്കോളും. പിന്നെ നമുക്കിത് കുറച്ച് കഴിയുമ്പോൾ എടുത്ത് കളയാം. അല്ലാന്നുണ്ടെങ്കിൽ കറി കഴിക്കുമ്പോൾ ഇത് കടിച്ചാലും ടേസ്റ്റ് പോകും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവോളയാണ്. ഞാൻ സവോള നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തതാണ്. 2 മീഡിയം സൈസ് സവോളയാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സവോളയിൽ ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തന്നെ ചേർക്കണമെന്നൊന്നുമില്ല. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് ചതച്ചെടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു കറി എന്ന് പറയുമ്പോൾ ഇതിൽ അത്ര ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതിന് മുമ്പ് ഞാൻ മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെ മഷ്റൂം പൊട്ടറ്റോ മസാല തയ്യാറാക്കിയിരുന്നു. അതിൽ നിന്നൊക്കെ കുറച്ച് വ്യത്യസ്തമായിട്ട് തന്നെയാണ് ഞാനിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ഇവിടെ ഇരുന്ന് റെഡി ആവട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, കരിയാതെ നോക്കിയാൽ മതി. ആ സമയത്ത് നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. ഞാനിവിടെ ഒരു ചെറിയ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ ടൊമാറ്റോ പ്യൂരി റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഈ സവോള ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 1/2 ടീസ്പൂണിൻ്റെ മെഷർമെൻറ്റിലാണ് ഇടണത്. അതാണ് 2 പ്രാവശ്യം ഇടുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി തന്നെ ഉപയോഗിക്കാം കേട്ടോ. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് തന്നെ മാറി വരട്ടെ. കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ വരും. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കുഴപ്പമില്ല. ഇപ്പം ഇതിൻ്റെ പച്ചമുളക് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇത് മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഇതുപോലെ വഴറ്റിയെടുക്കണത്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും. എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇതൊക്കെ അറിയാം. ഞാൻ എപ്പോഴും പറയണതാണ്. പക്ഷെ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയണത്. ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ ഓരോ സ്റ്റെപ്സും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക, കൊളാവാൻ സാധ്യതയുണ്ട്. അത് കാരണമാണ്. ഇനി നമുക്കിതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ പ്യൂരി ആയിട്ട് ചേർക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിട്ട് വരും. നമ്മൾ തക്കാളി കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഇതിപ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത് തന്നെയാണ് ഞാനിത് പറഞ്ഞത്. കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന കറിയാണ്. കുറച്ച് സമയം ഇത് വഴറ്റി കൊടുക്കുക. ഇതിപ്പോൾ തക്കാളി കുക്കാവേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിലും ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് തന്നെ മാറി വരണം. എന്നാലാണ് കറി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
അപ്പോൾ കുറച്ച് സമയം ഇളക്കി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പുളി കൂടിപ്പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഞാൻ നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കണത്. ഇപ്പോൾ കണ്ടില്ലേ, തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചാൽ മഷ്റൂം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഈ മഷ്റൂമിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. 1 കപ്പ് പോരാ, കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം. 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കാരണം ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം കുറുകി വരണം. കുറച്ച് സമയം തിളച്ച് കുറുകി വരുമ്പോഴാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഒരു 5 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് കാഷ്യൂനട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു പിടി കാഷ്യൂനട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട്. ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പൊടിച്ചെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം ചെയ്യണത്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ കാഷ്യൂനട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇത് ഗ്രേവി കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കണത്. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇപ്പോൾ ഞാനിതിലേക്ക് മൊത്തം ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ മഷ്റൂമിന് നന്നായിട്ട് കുക്കായിട്ട് കുറുകി ഒന്ന് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് പോരാ, കുറച്ച് കുറവാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഈ ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ അവസാനം ഇട്ട് കൊടുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റി ആയിട്ട് വരും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരട്ടെ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഞാൻ ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ മഷ്റൂം മസാല നന്നായിട്ട് കുക്കായിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടെ തന്നെയാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇത്രയ്ക്ക് തിക്കാവുണ്ടാകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൂസായിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സോട് കൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇത് മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് ശരിക്കും പറഞ്ഞ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ കറിയാണ്. കാഷ്യൂനട്ട് ഇതിലേക്ക് ചേർക്കുമ്പോൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് തന്നെ വരും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിംഷാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ബെല്ലൈക്കൺ കൂടി കാണാം. അതൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി നമുക്ക് വീണ്ടും കാണാം.